ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പ്രസവരക്ഷയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. പ്രസവരക്ഷ നമ്മൾ ലക്ഷ്മി ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് പ്രസവരക്ഷയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണി. ഉണ്ണി 3 മണിക്ക് എണീറ്റിരിക്കുന്നതാണ്, ഉറങ്ങിയിട്ടില്ല. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോട്ടാ. നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചേട്ടാ എന്തെങ്കിലും പറയൂ. അങ്ങനെ ഇന്നത്തെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടെ എല്ലാവർക്കും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം കാണിക്കാം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി നാൾ ഇവിടെ ഫുൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഏകദേശം പോവാറായിട്ടോ. നമ്മളൊരു 10 ദിവസത്തിന് ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾക്ക് ചായ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ് ഭാഗം വരുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കും കട്ടൻ കാപ്പിയും എനിക്ക് ഓട്സും പിന്നെ നട്ട്സിൻ്റെ എന്തോ പൊടി വെച്ചിട്ടുള്ളൊരു മിക്സ്. എനിക്കതിൽ കൂടുതൽ ഫ്ലേവർ തോന്നിയത് ഒരു മഞ്ഞൾപ്പൊടിയുടെയാണ് കേട്ടോ കൂടുതൽ ഫ്ലേവർ തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ റൂമിന് 2 ഫേസാണ് കേട്ടോ വരുന്നത്. അതിലൊരു ഫേസ് ഇതാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സെക്ഷനിൽ 8 റൂംസ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവർക്കൊരു വേറെ ബിൽഡിങ്സ് ഉണ്ട്, അതിലൊരു 2-3 റൂംസ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കഷായം ഉണ്ടാവും രാവിലെ. അപ്പോൾ ഇതാണ് വേറൊരു വ്യൂ വരുന്നത്. ഇവിടെയാണ് ഒരു ബാൽക്കണി പോലെ. അപ്പോൾ ഇവിടെയാണ് ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക കേട്ടോ. അവിടെ നിന്നൊരു ഡോറുണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഈ ബാൽക്കണിയിലാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തോരിയിടാനായിട്ട് താഴത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചേട്ടനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ അവർ സാധനങ്ങളും കാര്യങ്ങളും കൊണ്ടുവയ്ക്കണം, നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. ഈ സ്ലാബുമാണ് കൊണ്ടുവയ്ക്കുകയല്ല അവർ വന്നിട്ട്. അപ്പോൾ അതെടുത്ത് ഉള്ളിലേക്കൊക്കെ കാര്യങ്ങൾ ചേട്ടൻ രാവിലെ ഇട്ടിട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അതേപോലെ ഞാനും അമ്മാമ്മയും ഉണ്ണി ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് രണ്ടാളും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടു. അപ്പോൾ എനിക്ക് 8 മണിക്കാണ് കേട്ടോ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ കഷായം കാര്യങ്ങളും കുടിക്കുകയാണ്. കാലത്ത് ഞാൻ ഓട്സും അതേപോലെ തന്നെ നേരത്തെ കാണിച്ചില്ലേ നട്ട്സിൻ്റെ മിക്സും കഷായമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പ്രസവരക്ഷയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾക്കൊരു 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 മണി 9:30 ആകുമ്പോൾ കഴിയും. അപ്പോൾ ഞാൻ പോണേക്കാൾ മുമ്പ് ഉണ്ണിക്ക് പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോവുക. കാരണം നല്ല കരച്ചിലായിരിക്കും പാല് കിട്ടാണ്ടായെങ്കിൽ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പാല് പമ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോവുക. ഈ സമയത്ത് അവൻ കുപ്പിപ്പാൽ കുടിക്കുമായിരുന്നു കേട്ടോ. അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂമാണ് കേട്ടോ കാണുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അപ്പോൾ ഒരാൾക്ക് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയാറായതിൻ്റെ ലക്ഷണമാണ്. കാരണം അതിൽ നമ്മൾ തലയിൽ ചെയ്യുന്നത്, കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ചെയ്യേണ്ടതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ 8 മണിയായി, 8 മണി 8:15 ആയിട്ടോ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകണതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഓപ്പോസിറ്റുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റൂമിലേക്കാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോയത് അധികം അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് റീൽസിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തലയിൽ അവർ ചെയ്യുക, തലയിൽ പാക്ക് ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ സാധനം നമ്മുടെ തലയിൽ പുകപ്പിക്കട്ടെ. നമ്മൾ സിനിമയിലും കാര്യങ്ങളൊക്കെ കണ്ടാലേ. പിന്നെ ഫേസിലാണെങ്കിൽ ഫേസിലും ഇതേപോലെ തന്നെ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വാഷ് ചെയ്തിട്ട് കൂടുതലായിട്ട് അരട്ടി മധുരം അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഫേസ് പാക്ക് അങ്ങനെ വെറൈറ്റി പാക്സാണ് കേട്ടോ ഓരോ ദിവസം ഇടാറ്. പിന്നെ നമ്മളത് വാഷ് ചെയ്ത് കളയും. മേത്താണെങ്കിൽ ഫുൾ മഞ്ഞൾ അങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. മഞ്ഞൾ പ്ലസ് ഇരട്ടി മധുരമാണെന്ന് തോന്നുന്നു മിക്സ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ടൈമും പിന്നെ ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ഒരേ ദിവസം ഓരോ കിഴി ഉണ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്യണ കാര്യങ്ങളുണ്ടാവും. സ്റ്റീം ചെയ്യുന്നത് എനിക്ക് 2 ദിവസമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനൊരു 10 ദിവസത്തിന് ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസമാണ് നമുക്ക് സ്റ്റീമിങ് ഉണ്ടായിരുന്നത്. അതേപോലെ ഓരോ ദിവസവും ഓരോ കിഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ചായയും എനിക്ക് പാലുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ചമ്മന്തി അതേപോലെ തന്നെ വേറൊരു സാമ്പാർ പോലത്തെ ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി വരുമ്പോൾ അമ്മാമ്മയാണ് ഉണ്ണീനെ ഫുള്ള് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അമ്മാമ്മയും ചേട്ടനും കൂടി. അപ്പോൾ ഞാൻ വന്ന് ഉണ്ണീനെ എടുത്തു, ഫീഡ് ചെയ്തു. ഞാൻ 1.5 മണിക്കൂറാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് റെസ്റ്റ് എടുക്കണം എന്നാണ് ശരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. പിന്നെ നമുക്കൊരു കുട്ടി ഉണ്ടല്ലോ, അതിന് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മോനിക്കാൻ പറ്റില്ലല്ലോ. അല്ല പിന്നെ അവനറിഞ്ഞോളൂ ഞാൻ എടുത്തിട്ട് നടക്കണം, ഇരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അസുഖമുണ്ട് കുട്ടിക്ക്. അത് എടുത്തോണ്ട് നടക്കണം. പിന്നെ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം, നമുക്കിന്നേ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ബുക്ക് ചെയ്തിട്ട് എത്ര മണിക്കാ ബുക്ക് ചെയ്ത് സമയം കഴിഞ്ഞിട്ട് വരുന്നത് പറയാം. 45 നമ്പർ. അമ്മമ്മയ്ക്കോ? അമ്മയ്ക്ക് 31. തള്ളി മാറ്റുന്നു.
നിങ്ങൾ അവർക്ക് ലൈറ്റ് ഇല്ല. കുഞ്ഞിക്കുമ്മൻ ഒരു കുഞ്ഞിക്കുറുമ്പനാണോ പണ്ടാണി? അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നിട്ട് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി കാണിച്ചാ വീട്ടിൽ കാണിച്ചാ അപ്പൊ ഇഡ്ഡലി ചമ്മന്തി ഒക്കെയാണ്. അപ്പൊ നമുക്കത് കഴിച്ചിട്ട് വരാം. ഓക്കേ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിനെ കുളിപ്പിക്കാനൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ണിനെ റെഡിയൊക്കെ ആക്കി ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നല്ലെങ്കിൽ വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെജിറ്റബിൾസ് അധികം ഇഷ്ടമില്ല, ഫ്രൂട്ട്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒന്ന് ഉണ്ണിന് ഇയർ ടെസ്റ്റിന് വേണ്ടിയിട്ട് അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഡേ ആണ് കേട്ടോ. അവന് ജനിച്ച സമയത്ത് നമ്മൾ ഇയർ ടെസ്റ്റ് എടുത്തപ്പോൾ ഒരു ഇയറിന് പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി വന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നല്ലപോലെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വാതിലും കാര്യങ്ങളൊക്കെ അടയുമ്പോൾ പെട്ടെന്ന് ഞെട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഒന്ന് പോയി നമ്മൾ പാസ് ചെയ്യണോ അല്ലെങ്കിൽ നോക്കണമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെടുത്ത പ്രസവരക്ഷയുടെ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അമല ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അത് പോയി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. മോരുകറി, 2 ഉപ്പേരി, ചീരത്തോരനൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആഴ്ചയിൽ 2 ദിവസം മീൻ, ഒരു ദിവസം ചിക്കൻ, പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയ ദിവസം ക്രിസ്മസിൻ്റെ സമയത്തുകൊണ്ട് നമുക്കൊരു ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് നമ്മളൊന്ന് നടക്കാനും കാര്യങ്ങളും ഇറങ്ങും. ഉണ്ണിനെയും കൊണ്ട് ചെറിയൊരു വാക്കും കാര്യങ്ങളിലും വേണ്ടിയിട്ട് ഇറങ്ങും. അതിനുശേഷം നമുക്ക് വൈകിട്ടാവുന്ന സമയത്ത് ഒരു കുറുക്കുണ്ട് കേട്ടോ. കുറുക്കുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കോഴിമരുന്ന് കിട്ടും, അതേപോലെ എള്ളുമരുന്ന് കിട്ടും, പിന്നെ മുട്ട അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതും കിട്ടും കേട്ടോ. ഗായ്സ്, അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. കാരണം ഉണ്ണിനെ വെച്ച് 2 വീണ് നടക്കില്ല. ഉണ്ണിയാണെങ്കിൽ നല്ല കുസൃതിയാണ്. കുസൃതി എന്ന് വെച്ചാൽ കുറുമ്പിൻ്റെ കുറുമ്പാണ് അല്ല പിന്നെ. അപ്പോൾ കുറുമ്പിൻ്റെ കുറുമ്പാണ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ചേട്ടൻ വന്നു. അപ്പോൾ ഇന്നെനിക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി വന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാർലറിൽ പോയി ചെയ്യുന്ന അത്രയ്ക്ക് ടൈമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് നമ്മൾ പകുതി വരെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ എള്ളുമരുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിക്കണം. പിന്നെ നമ്മൾക്ക് അതൊക്കെയാണ്. പിന്നെ വൈകിട്ട് പിന്നെ എന്താ നേന്ത്രപ്പഴമോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. പിന്നെ ചപ്പാത്തി മരുന്ന് കിട്ടിയ പിന്നെ അമ്മാമ്മ ട്രീറ്റ്മെൻറ്റിന് പോയി കണ്ട. അമ്മാമ്മ ഇവിടെ വന്നിട്ടൊന്ന് വീണു അല്ലേ. അപ്പോൾ വീണപ്പോൾ അവർ അമ്മാമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കാലുമ്മേ. അമ്മയ്ക്ക് കാലുമ്മയാണ് വേദന. അപ്പോൾ അമ്മാമ്മ ട്രീറ്റ്മെൻറ്റിന് പോയി കാണും കേട്ടോ. മരുന്ന് കിട്ടിയ അമ്മാമ്മയുടെ ഡോസ് കൂടുതലുള്ളതാണ് കിട്ടിയേ. ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ നാളെ ഇവിടെ നിന്ന് പോവും. അപ്പോൾ ഇന്ന് വേണം നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. വൈകിട്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മിനിറ്റോളം ഈവനിങ് മസാജ് ഉണ്ടായിരിക്കും. ഈ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ആ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നത് മാത്രമാണ് ഒരു ഹോബി. അതേപോലെ ഫുഡ് കഴിക്കുന്ന പാത്രം കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്യുന്ന ഡ്രസ്സും ഉണ്ണിയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ അവർ വാഷ് ചെയ്യും കേട്ടോ. രാത്രി കഞ്ഞി അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ.